എനിക്കിന്ന് വൈകിട്ട് പൊങ്കാലയുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പം എനിക്ക് നേർച്ച ഉണ്ടായിരുന്നു, 7 പൊങ്കാല ഇടാന്നുള്ള നേർച്ച ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഒന്നാമത്തെ ദിവസമായിരുന്നു ഇന്ന്. അപ്പം ഞാൻ എന്താ നമ്മുടെ കുതുമ്പും ചൂട്ടും പിന്നെ നമ്മുടെ പൊങ്കാല ഇടാനുള്ള കലവും ഒക്കെ ആയിട്ട് ഞാൻ ഒറ്റയ്ക്കാണ് കേട്ടോ പോകുന്നത്. അന്വീനെ കൊണ്ടുവന്നില്ല, അമ്മേനെയും കൊണ്ടുപോകുന്നില്ല, അവർ കുറച്ച് വീട്ടിൽ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പം ഞാൻ ഒറ്റയ്ക്കാണ് പോയത്. പോയിട്ട് അമ്പലത്തിൽ ചെന്നിട്ട് നമുക്ക് വിളക്ക് അടുപ്പ് കത്തിക്കണ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല, കുറച്ച് തിരക്കായി. ഞാൻ ചെന്നപ്പോൾ ഇച്ചിരി ലേറ്റായിപ്പോയി. അപ്പം പെട്ടെന്നായിരുന്നു കാര്യമൊക്കെ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് തന്നെ അവിടുത്തുള്ള ആൻറ്റിമാരൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുപ്പൊക്കെ കൂട്ടാനും ഓരോന്ന് പറഞ്ഞു തരാനൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അടുപ്പൊക്കെ കത്തിച്ചു, അരി കഴുകിയിട്ടിട്ടുണ്ട്. 3 വട്ടം അരി നമ്മൾ വാരി ദൈവത്തിന് വിചാരിച്ച് അടുപ്പിലോട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ അവിടെ എനിക്കവിടെ പൂജാരി എന്നെ നമുക്കവിടെ 2 പൂജാരിമാരുണ്ടായിരുന്നു. അതിൽ ഒരാൾ വന്നിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതേപോലെയൊക്കെ തന്നെ ചെയ്തു കേട്ടോ. അപ്പോൾ ഒറ്റയ്ക്കായതുകൊണ്ട് ആദ്യമായിട്ടായതുകൊണ്ടും അതിൻ്റേതായ ഒരിതുണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. ആദ്യം അവിടുത്തെ ആൻറ്റിമാർ വന്ന് ഹെൽപ്പ് ചെയ്തുകൊണ്ട് പിന്നെ പ്രശ്നമൊന്നുമില്ലാതെ പിന്നെ ഞാൻ എൻ്റെ രീതിക്ക് തന്നെ ചെയ്തു പോയി. പിന്നെ ഓരോന്നൊക്കെ ആകുമ്പോഴത്തേക്കും അവരൊക്കെ വന്ന് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത്. കാരണം ഞാൻ പറഞ്ഞു ഞാൻ ആദ്യമായിട്ടാണെന്നുള്ളത് അവരെന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്തു കേട്ടോ. അങ്ങനെ ഞാൻ കൊതുമ്പൊക്കെ വെച്ച് കൊടുത്ത് അരി നല്ലപോലെ തിളയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർ പറയണത് തിളച്ച് കഴിഞ്ഞിട്ട് തവിയിട്ടൊക്കെ ഇളക്കാവൂ എന്നൊക്കെ എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ അവരൊക്കെ ഇത്ര ഹെൽപ്പ് ചെയ്തപ്പോൾ ഞാനിങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു തരുമല്ലേ എന്നുള്ളൊരിതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അരി തിളച്ച് തൂക്കിയപ്പോഴത്തേക്ക് ഞാൻ നമ്മുടെ തവി വെച്ചിട്ട് ഇളകി കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നീട് തീയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു നേർച്ചയുണ്ട്, 7 പൊങ്കാലയുള്ള. അപ്പം അത് ഇടാന്നുള്ളതുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ അടുത്ത് തന്നെയുള്ളൊരു അമ്പലമാണ് പാലൂർ ദേവി ക്ഷേത്രം. അപ്പം ആദ്യത്തെ പൊങ്കാലാണ് കേട്ടോ ഇത്. ആദ്യത്തെ ദിവസമാണ്. ഇനി 6 ബാക്കിയുണ്ട്. അപ്പോൾ 6 ഞാൻ വ്ലോഗ് ഇടാം. അപ്പോൾ അമ്പലത്തിൽ നമ്മൾ ദേവിയുടെ നേർക്ക് തന്നെയാണ് ഇടുന്നത്. അപ്പം ഞാൻ മാത്രമേ ഇന്ന് ഉണ്ടായിരുന്നുള്ളൂ. വെള്ളിയാഴ്ച ദിവസമായിരുന്നു, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചില ദിവസങ്ങളിലൊക്കെ ബാക്കി ചിലരൊക്കെ കാണുമെന്ന് അവിടെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതുമാത്രമല്ല, എൻ്റെ ആദ്യത്തെ പൊങ്കാലയാണ് കേട്ടോ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് പൊങ്കാല ഇടുന്നത്. അപ്പോൾ എൻ്റെ പൊങ്കാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അടപ്പൊക്കെ വെച്ച് അടപ്പല്ല ഇല വെച്ചിട്ട് അടച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം പിന്നെ തിരുമേനി വന്ന് നിവേദിച്ച് പിന്നെ ഞാൻ വീട്ടിൽ പോകാണ് കേട്ടോ ചെയ്തത്, പൂജ കഴിഞ്ഞിട്ട്. അപ്പം വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ 2 ദിവസമായിട്ട് എനിക്ക് വ്രതം ഉണ്ടായിരുന്നു. എനിക്ക് വ്യാഴാഴ്ച വ്രതം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വ്രതം ഉണ്ടായിരുന്നു, പിന്നെ പൊങ്കാലയുടെ വ്രതം, അങ്ങനെ എല്ലാം കൂടെ വ്രതമായിരുന്നു. അപ്പം വീടിൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിൽ തന്നെ കുഞ്ഞിൻ്റെ അർണവെന്നാണ് എൻ്റെ പേര്, വീട്ടിൽ പൊന്നു എന്നാണ് വിളിക്കുന്നത്. എൻ്റെ 1ാമത്തെ വയസ്സിന് ബർത്ത്ഡേ ആയിരുന്നു. നമ്മളതൊന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പൊങ്കാലയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് അമ്മയൊക്കെ ആയിട്ട് അവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കഴിക്കാൻ ചിക്കനായിരുന്നു. അപ്പോൾ എന്തായാലും അത് കഴിച്ച് വ്രതം മുറിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിക്കനും പിന്നെ ബീഫും പൊറോട്ടയും അരിപ്പത്തിരിയും ബീഫ് സ്റ്റൂ ഒക്കെ ആയിരുന്നു, ചിക്കൻ ഫ്രൈ ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ച് അവിടുത്തെ പിള്ളേരായിട്ടൊക്കെ സംസാരിച്ചിട്ട് പിന്നെ വീട്ടിൽ പോയി കേട്ടോ ഞങ്ങൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.